നിലമ്പൂരിൽ UDF അനിശ്ചിതത്വത്തിൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് വരുമെന്ന് തീരുമാനമായതോടെ അതൃപ്തി പ്രകടമാക്കി PV അൻവർ. നേരത്തെ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ മത്സരിപ്പിക്കരുതെന്ന അൻവറിന്റെ പ്രസ്താവന UDFനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രഖ്യാപനം അടുത്തിരിക്കെ അൻവർ ഇടഞ്ഞു നിൽക്കുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കവേ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് അൻവർ അനുകൂലമായല്ല പ്രതികരിച്ചത്. ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തോട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തീരുമാനം ആയിട്ടില്ലെന്നും എല്ലാം കാത്തിരുന്ന് കാണാമെന്നുമാണ് അൻവർ മറുപടി നൽകിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഏത് ചെകുത്താനാണെങ്കിലും തന്റെ പിന്തുണയുണ്ടാകും എന്നാണ് അൻവർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് വീണ്ടും ഉയർന്നു വന്നതോടെ നിലപാട് മാറ്റിയിരിക്കുകയാണ് അൻവർ. ഇക്കാര്യത്തിൽ അൻവറിന് കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് വിവരം. നേരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചത് മുതൽ BS ജോയിയുടെ പേരാണ് അൻവർ മണ്ഡലത്തിലേക്ക് നിർദ്ദേശിച്ചത്. ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിന് ഒരു ഘട്ടത്തിലും അൻവർ പിന്തുണ നൽകിയിരുന്നില്ല. മാത്രമായോടെ ജോയിയുടെ നിർദ്ദേശിക്കാനുണ്ടായ കാരണവും അൻവർ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. വനം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് താൻ മുന്നോട്ട് വെച്ച വിഷയം ഏറ്റവും നന്നായി ഏറ്റെടുത്ത് ചെയ്യാൻ യോഗ്യതയുള്ള സ്ഥാനാർത്ഥി ജോയി ആണെന്നാണ് അൻവർ പറയുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ക്രിസ്ത്യൻ UDF MLA പോലുമില്ലെന്നും ഇവിടെ അവർക്ക് 20% പ്രാതിനിധ്യമുണ്ടെന്നും അൻവർ ചൂണ്ടിക്കാട്ടി. ഇതാണ് BS ജോയി വരണമെന്ന് പറയുന്നതിന്റെ കാരണമായി അൻവർ തന്നെ പറയുന്നത്. എന്നാൽ മണ്ഡലത്തിൽ ആര്യാടന്മാർക്ക് ഉണ്ടായിരുന്ന കുത്തക തിരിച്ചു വരുമോ എന്ന ഭയമാണ് അൻവറിന് എന്നാണ് ചില കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. എന്തെന്നാൽ 1980 മുതൽ 2016 വരെയുള്ള 3.5 പതിറ്റാണ്ടുകാലം ആര്യാടൻ മുഹമ്മദ് വിജയിച്ചിരുന്ന നിലമ്പൂർ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും LDFന് വേണ്ടി തിരിച്ചുപിടിച്ചയാളാണ് അൻവർ. അതുകൊണ്ട് തന്നെ വീണ്ടും മണ്ഡലം ആര്യന്മാരുടെ കൈയിലേക്ക് പോകുന്നതിൽ അൻവറിന് അതൃപ്തിയുണ്ട്. കൃത്യമായ കണക്കുകൂട്ടലുകൾ ഉണ്ട് താനും. നിലമ്പൂരിലും മലപ്പുറത്തും വലിയ പിന്തുണയുള്ള ആര്യാടൻ പാരമ്പര്യത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ കോൺഗ്രസിനും കഴിയാത്ത സാഹചര്യമാണ്. ഇതോടെ നിലമ്പൂർ കോൺഗ്രസിനും UDFനും ഒരു കീറാമുട്ടിയാവുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അൻവറിനെ പിണക്കിയാൽ അത് ഗുണം ചെയ്യില്ലെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം. മറ്റെന്തെങ്കിലും ഫോർമുല ഇതിനായി കണ്ടെത്തേണ്ടി വരുമോ എന്നതും പരിഗണനയിലുണ്ട്. അതല്ല ആര്യാടൻ ഷൗക്കത്തോ അല്ലെങ്കിൽ BS ജോയോ കൂടാതെ മൂന്നാമതൊരാൾ അവിടെ മത്സരിക്കുമോ എന്നതും ഏവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് അത്തരമൊരു കടുംകൈക്ക് മുതിരുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ആര്യാടൻ ഷൗക്കത്തിനെ ഒഴിവാക്കിയാൽ അത് LDF മുതലെടുക്കുമോ എന്ന ഭയം കോൺഗ്രസിനുണ്ട്. നിലവിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള അണിയറ നീക്കങ്ങൾ കോൺഗ്രസിൽ സജീവമായി നടക്കുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് അല്ലെങ്കിൽ PV അൻവർ രണ്ടിലൊരാൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്.